ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തനു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് തനു. സാങ്കല്പികമായൊരു പേരാണ്. ഞാൻ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് മറ്റൊരു ജില്ലയിലാണ്. ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ ഒരിക്കലോ മാത്രമേ വരികയുള്ളൂ. അമ്മ വീട്ടമ്മയാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. ചേച്ചി ഗൾഫിലാണ്. ഭർത്താവിനും ചേച്ചിക്കും അവിടെ ജോലി ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ചേച്ചി ഗർഭിണിയായത്. ചേച്ചിക്ക് അമ്മായിമ്മ ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് അമ്മയെ അങ്ങോട്ട് വിളിപ്പിച്ചു. പക്ഷേ ഞാനിവിടെ തന്നെയല്ലേ ഉള്ളൂ. ഇവിടെ വന്ന് നിൽക്കാനൊന്നും ആരുമില്ല ഞങ്ങളുടെ ബന്ധത്തിൽ. അപ്പോൾ എങ്ങനെയാണ് എന്നെ ഇട്ടിട്ട് പോവുക? അതമ്മയ്ക്ക് വലിയ കൺഫ്യൂഷനായിരുന്നു. ചേച്ചി പറഞ്ഞു എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്താൻ. എനിക്കാണെങ്കിൽ അതിന് താല്പര്യവുമില്ല. അച്ഛനാണെങ്കിൽ ലീവ് എടുത്ത് ഒത്തിരി നാൾ ഇവിടെ നിൽക്കാനും പറ്റുകയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നൊരു സന്ദർഭമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ടീച്ചറെ ഞങ്ങൾ ടൗണിൽ വെച്ച് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ അമ്മ ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു. ടീച്ചറാണെങ്കിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചതാണ്. എന്നോട് വലിയ കാര്യമാണ്. ആക്ച്വലി ഞങ്ങളുടെ ഒരു അകന്ന ബന്ധമാണ് അവർ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് പുള്ളിക്കാരുടെ വീട്. ഞാൻ എപ്പോഴും കാണുന്ന ആളാണ്. പുള്ളിക്കാരിക്ക് ഒരു മകളേ ഉള്ളൂ. എന്നേക്കാൾ ഇളയതാണ്. അവളിപ്പോൾ നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. അമ്മ ഈ കാര്യം പറഞ്ഞതും ടീച്ചർ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട കാര്യമില്ല. 1 വർഷത്തേക്ക് വേണേലും പോയി നിന്നോ. ഇവള് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിന്നോളും. ചേട്ടൻ ഗൾഫിലാണ്, മോളാണെങ്കിൽ ബാംഗ്ലൂരിലുമാണ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ പകലൊക്കെ വന്നിട്ട് അവൾ ഞാനിവിടെ വീടൊക്കെ നോക്കിക്കോളാം. ഒരു പ്രശ്നവുമില്ല. അയ്യോ, വീട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അവളുടെ അച്ഛൻ വീക്കെൻഡിൽ വരുമല്ലോ, ദിവസങ്ങൾ വരും. പുള്ളിക്കാരൻ നോക്കിക്കോളും. ഇവളെ എവിടെയെങ്കിലും സേഫായിട്ട് നിർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തലവേദന. ഇനിയിപ്പോൾ ആ പ്രശ്നമില്ല. അപ്പം ടീച്ചർ പറഞ്ഞു, അതിനെന്താ, എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കിക്കോളാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അമ്മ ഉടനെ തന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛന് സന്തോഷമായി, ചേച്ചിക്ക് സന്തോഷമായി. 2 ആഴ്ചക്കുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അമ്മ ഗൾഫിലേക്ക് പോയി. അച്ഛൻ ജോലി സ്ഥലത്തേക്കും ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് മാറി. ടീച്ചറാണെങ്കിൽ ഒരു റൂം മുഴുവൻ എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്തു. എൻ്റെ മോളാണെങ്കിൽ നിൻ്റെ അത്രയും സ്മാർട്ടല്ല. അവളാണെങ്കിൽ എന്തിനാ നേഴ്സിംഗ് പഠിക്കാൻ പോയെന്ന് എനിക്കറിയില്ല. അവളുടെ ഇഷ്ടമായിരുന്നു നേഴ്സിംഗ് പഠിക്കാൻ പോകാൻ. പക്ഷേ നിന്നെപ്പോലെ സ്മാർട്ടല്ല മോളെ. അതെന്താ അങ്ങനെ പറയുന്നത്? കാണാനും അവിടെ അച്ഛൻ്റെ കൂട്ടാണ്. അത് മാത്രമല്ല നിന്നെപ്പോലെ ഒരു സൗന്ദര്യമൊന്നും അവൾക്കില്ല. അയ്യോ, അങ്ങനെ പറയാം ടീച്ചറെ. അതിപ്പോൾ ഉള്ളതുള്ളതുപോലെ ഞാൻ പറയുന്നറിയാമല്ലോ. പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പറയും. പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് ആരോടും വിരോധമില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ എന്നോട് എപ്പോഴും കലപിലാന്ന് സംസാരിക്കും. ഞങ്ങൾ 2 പേരും ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള രീതി വിട്ടിട്ട് നല്ല സുഹൃത്തുക്കളെ പോയായി. ഞങ്ങൾ 2 പേരും കൂടാണ് വൈകിട്ട് പാചകമൊക്കെ. എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ അടുക്കളയിൽ അടുപ്പിക്കില്ല. എന്തോ അമ്മയ്ക്ക് ഞാൻ പാചകം ചെയ്യാൻ ചെല്ലുന്നത് ഇഷ്ടമല്ല. ടീച്ചർ അങ്ങനെയല്ല, എല്ലാം മോൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂടെ ചേർക്കും. ആ സമയത്ത് ഞങ്ങൾ നാട്ടിലുള്ള സകല ഗോസിപ്പും പറയും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ടീച്ചറിനെന്താ 2ാമതൊരു കുട്ടി ഉണ്ടാകുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാണോ? ഒറ്റൊരു മോള് മാത്രം മതിയെന്ന്. ആര് വേണ്ടാന്ന് വെച്ചു? അങ്ങേര് ഗൾഫിലല്ലേ, അവിടുന്ന് ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. പുള്ളിക്ക് അങ്ങ് ഇക്ഷ പിടിച്ചു പോയി ഗൾഫ്. അവിടെ താമസിച്ചവരും അവിടെ ജോലി ചെയ്തവരൊക്കെ ഇല്ലേ, ജീവിതത്തിൽ കുറേ കാലം അവിടെ അങ്ങ് താമസിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. പിന്നെ വയ്യാതാകുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അത്ര ഒരു ടൈപ്പാണ് എൻ്റെ ഭർത്താവും. കാശൊക്കെ ഇഷ്ടം പോലുണ്ട് മോളെ. പക്ഷേ ഇവിടെ ഒന്ന് താമസിക്കണ്ടേ? താമസിക്കാത്തതുകൊണ്ടാണ് കുട്ടികളുണ്ടാകാതിരുന്നത്. ഇവളോട് ഞാൻ എങ്ങനെ പറയുക? എടീ, ഒരു കുട്ടി ഉണ്ടാകുന്നതിന് ഭാഗ്യം. ഈ ഗൾഫിലൊക്കെ പോയി കിടന്ന് അവിടുത്തെ ചൂടൊക്കെ ആയി കഴിയുമ്പോഴേക്കും കുട്ടികളുണ്ടാകാനുള്ള ചാൻസൊക്കെ വളരെ നഷ്ടമാകും. പിന്നെ നിന്നോട് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ അതെന്താ, എന്ത് പറ്റി? എടി പെണ്ണേ, അങ്ങേർക്കും സത്യം പറഞ്ഞാൽ ഞാനുമായിട്ട് നല്ല പ്രായവ്യത്യാസമുണ്ട്. പിന്നീടൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല മോളെ. അങ്ങനെയാണ് ഞങ്ങളുടെ ദാമ്പത്യം ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പം പുള്ളി അവിടെ കിടക്കുന്നതും ഞാൻ ഇവിടെ ജീവിക്കുന്നതും എല്ലാം ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനിപ്പോൾ PGക്കാണ് പഠിക്കുന്നത്. എനിക്കും കല്യാണപ്രായമൊക്കെ ആയി. അതുകൊണ്ട് ടീച്ചർ ഇതൊന്നും പറയാൻ വേണ്ടി വലിയ രീതിയിൽ നാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണോ? നീ വലിയ പെണ്ണായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നിനക്ക് പ്രേമുണ്ടോടി? ആരോടെങ്കിലും നീ കറങ്ങി നടക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, കറങ്ങിയും നടക്കാറില്ല. എനിക്ക് നല്ല സുന്ദരന്മാരെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ള സുന്ദരന്മാരൊന്നും ഞങ്ങളുടെ കോളേജിലില്ല. അയ്യോടി, ഇത്രയും വലിയ കോളേജിൽ നീ ഇത്രയും വർഷം പഠിച്ചു, എന്നിട്ടും നിനക്ക് പറ്റിയൊരു സുന്ദരനെ കിട്ടിയില്ലേ? കഷ്ടം തന്നെ. ടീച്ചർ പഠിച്ചപ്പോൾ ടീച്ചറിന് വല്ല പ്രണയം ഉണ്ടായിരുന്നു? പിന്നെ പ്രണയം ഉണ്ടായിരുന്നു. ആളെ കല്യാണം കഴിക്കാനൊന്നും പറ്റിയില്ല. വീട്ടുകാരെ പറഞ്ഞ ആളെ കല്യാണം കഴിക്കേണ്ടി വന്നു. പ്രേമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ളൊരു വഴിയല്ല മോളെ. അതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളൊരു വഴിയാണ്. എന്നാലും നിനക്ക് എങ്ങനെയാടി ഒരു
സുന്ദരനെ കിട്ടാതിരുന്നത്? അത് പിന്നെ ടീച്ചറെ നല്ല സൗന്ദര്യമുള്ളവരൊക്കെ ഉണ്ട്, അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് ഇഷ്ടംപോലെ ആൾക്കാർ അവർക്ക് വേറെയുണ്ട്. ആ അതിപ്പോൾ അങ്ങനെയാണല്ലോ, സൗന്ദര്യമുള്ള ആൾക്കാരുടെ പുറകെ പണ്ടും ഇങ്ങനെ അടി ഒത്തിരി പെണ്ണുങ്ങൾ കാണും. ഇല്ലെങ്കിൽ ഒരു പെണ്ണ് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഒത്തിരി ആണുങ്ങളും കാണും. ഏതെങ്കിലും ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാകും, അവനെയും കൊണ്ട് പോകും, അല്ലെങ്കിൽ അവളെയും കൊണ്ട് പോകും. വിധിച്ചതൊന്ന് കുതിച്ചതൊന്നേ, അങ്ങനെയല്ലേ മോളെ ദാമ്പത്യം. അപ്പോൾ ടീച്ചർക്ക് ശരിക്കും സ്വന്തം ഭർത്താവിനെ അത്ര ഇഷ്ടമല്ലായിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല മോളെ. പണ്ടത്തെ കാലത്ത് എല്ലാം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പണ്ടത്തെ കാലമല്ല, ഇപ്പോഴാലും അങ്ങനെ തന്നെയാണ്. വീട്ടുകാർ പറയുന്നു, ജാതകം നോക്കുന്നു, അന്തസ് ആഭിജാത്യമൊക്കെ നോക്കി നമുക്ക് ചിലപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ജീവിതം. നീ മിടുക്കുകയാണെങ്കിൽ ഇപ്പോഴേ ഒരു സുന്ദര കുട്ടപ്പനെ നീ നോക്കി വെക്കുക, പ്രേമിക്കുക, എന്നിട്ട് അവനെ തന്നെ കല്യാണം കഴിക്കുക. അപ്പോൾ നിനക്കൊരിക്കലും മനസ്സിന് ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ, കിട്ടുന്ന ആളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടീച്ചർക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് പോടി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇഷ്ടംപോലെ പണമുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് അങ്ങേര് ഞാൻ വിചാരിച്ചത്ര സുന്ദരനൊന്നുമല്ല. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് പോയി. അഡ്ജസ്റ്റഡ് ആയെന്ന് ഞാൻ പറഞ്ഞില്ലയോ? അത് കഴിഞ്ഞിട്ട് നീ കിള്ളി എന്തിനാ ചോദിക്കുന്നത്? അല്ല, ടീച്ചർ എന്തിനാ എനിക്ക് കാമുകനുണ്ടോ എന്ന് കിള്ളി ചോദിച്ചത്? ഞാൻ പ്രേമിക്കാനും പറഞ്ഞല്ലോ. അത് പിന്നെ നീ ചെറുപ്പമല്ലേ, സുന്ദരിയല്ലേ, ഇപ്പോഴല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ടീച്ചർ ഒന്ന് ആസ്വദിച്ചിരുന്നു. ഓ, ഈ പെണ്ണ എന്നോട് ഓരോന്ന് ചോദിച്ച് അവസാനം ഞാൻ എൻ്റെ രഹസ്യങ്ങളെല്ലാം അങ്ങ് പറയുമല്ലോ. അപ്പം ടീച്ചർക്ക് ഒത്തിരി രഹസ്യങ്ങളുണ്ട്. കല്യാണത്തിന് മുമ്പേ തന്നെ കാമുകനുമായിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നടി. നല്ല സുന്ദരനായ ഒരാളായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പോരെ, നിനക്ക് മതിയായോ? എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ടീച്ചർ അങ്ങനെ കള്ളക്കഥയൊന്നും പറയണ്ട. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഈ പെണ്ണ് ഞാൻ പണ്ടൊക്കെ നിന്നെ കാണുമ്പോൾ എന്താ വിചാരിക്കുക? ഒരു പാവം കൊച്ച്, ശാലീന സുന്ദരി. പക്ഷേ നിൻ്റെ മനസ്സിലോടുന്നത് ഹോളിവുഡ് പടമാണെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചറെക്കുറിച്ച് ഞാനങ്ങനല്ല കരുതിയത്. പാവം സിന്ദൂരക്കുറി തൊട്ടിറങ്ങുന്ന ഒരു പതിവ്രതയായ ഭാര്യ. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോഴേ കാമുകനുമൊത്ത് ഊട്ടിക്ക് പോയ ആളാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അത് കേട്ട് ടീച്ചർ പൊട്ടിത്തെറിച്ചു. എടീ, നിനക്കെങ്ങനെ അറിയാം ഞാൻ അവനും കൂടെ ഊട്ടി പോയെന്ന്? ആരെങ്കിലും പറഞ്ഞു കേട്ടോ? നാട്ടുകാരെന്നെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? എൻ്റെ പഴയ കഥകൾ നാട്ടുകാർക്കറിയാമോ? നിൻ്റെ അമ്മയ്ക്കറിയാമോ? നിൻ്റെ അച്ഛനറിയാമോ? അതോ നിൻ്റെ ചേച്ചിയാണോ പറഞ്ഞത്? ആരാണ് നിന്നോടിത് പറഞ്ഞത്? അയ്യോ എൻ്റെ പൊന്നു ടീച്ചറെ, അതൊന്നുമല്ല, ഇത് സിനിമ ഡയലോഗാണ്. ആഹാ, സിനിമ ഡയലോഗോ? യോ, ഞാനങ്ങ് പേടിച്ചു പോയി. അപ്പം ടീച്ചർ അങ്ങനെയുടെ കൂടെ ഊട്ടിക്ക് പോയിട്ടുണ്ട്? ആ ഉണ്ടടി, 2 വട്ടം ഞങ്ങൾ രണ്ടുപേരും കൂടി കോളേജിൽ നിന്ന് ആരും അറിയാതെ ഊട്ടിയിൽ പോയിട്ടുണ്ട്. ദൈവമേ, ഞാൻ വെറുതെ പറഞ്ഞതാണ് കണ്ടോ, അത് കറക്റ്റായിട്ട് വന്നത്. ഇവിടെ ഒരു കാര്യം, ഇനിയിപ്പോൾ നീ ഇതാരോടെങ്കിലും പറയുമോ? ഞാൻ പറയും. പിന്നെ നാളെ ന്യൂസിൽ ഇതായിരിക്കും പ്രധാന ഹെഡിങ്. ശാന്തി ടീച്ചറുടെ ഊട്ടിക്കഥകൾ കാമുകനുമൊത്ത് കൊഞ്ചിക്കുഴയുന്നു. ഇതായിരിക്കും നാളെ പ്രധാന വാർത്ത. ഒന്ന് പോടി. എടി, നീ ഇതാരോടും പറയരുതേ. അറിയാതെ എൻ്റെ അബദ്ധങ്ങൾ വെളിയിൽ വന്നല്ലോ. ഇപ്പോഴെൻ്റെ സിനിമയിലെ കാര്യമെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എൻ്റെ നാക്കിന് നീ പിഴവ് വരുത്തി. എല്ലാ രഹസ്യങ്ങളും പുറത്ത് ചാടിച്ചു. നീ വല്ലാത്തൊരു ഗെയിം തന്നെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞപ്പോഴേ ടീച്ചർ എല്ലാം അങ്ങ് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ ടീച്ചറെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഊട്ടി പോയത് എന്തിനാ? ചുമ്മാ ഊട്ടി കാണാനാണോ? പിന്നെ ഊട്ടി കാണാനാണോ പോകുന്നത്? ഊട്ടിയിൽ നല്ല തണുപ്പല്ലേ? തണുപ്പത്ത് വല്ലതും നടന്നോ ടീച്ചറെ? എടി, നടക്കാനല്ലേ പോയത്. എന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഓ, ഒരു പ്രശ്നം ഉണ്ടായില്ല, ആരും ഒന്നും അറിഞ്ഞില്ല. അതല്ലേ ഞാൻ ചോദിച്ചത്. വേറെ അബദ്ധങ്ങളൊന്നും സംഭവിച്ചില്ലേ? ഓ, അതൊന്നും സംഭവിച്ചില്ല. കാര്യം ഞാൻ മിടുക്കിയായിരുന്നു. അന്നേ എനിക്ക് ശാസ്ത്രത്തിൻ്റെ പല കണക്കുകൂട്ടലുകൾ അറിയായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടെന്താ ടീച്ചറെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാതിരുന്നത്? എടി, അവൻ എന്നെ തേച്ചിട്ട് പോയി. അവൻ നല്ലൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആ വഴിക്ക് കയറിപ്പോയി. അയ്യോ, കഷ്ടമായിപ്പോയി. ഇപ്പം അങ്ങനെ എവിടെ ഉണ്ട്? ആർക്കറിയാം. അങ്ങനെയുള്ള വാശിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ ജീവിതം ഇങ്ങനെയായി. അല്ല, ഭർത്താവുമായിട്ട് അത്ര രസത്തിലല്ലെങ്കിൽ ടീച്ചർക്ക് മറ്റ് കണക്ഷൻസൊക്കെ ട്രൈ ചെയ്യാൻ മേലായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, പുള്ളിക്കാരൻ ഇവിടെ ഇല്ലല്ലോ, ഗൾഫിലല്ലേ. പിന്നെ ടീച്ചറും മോളും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആളോടൊക്കെ എന്തെങ്കിലും പ്രേമൊക്കെ തോന്നാൻ സാധ്യതയില്ലേ? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നീ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അത്രക്കാരിയല്ല. അല്ല ടീച്ചറെ, ഉണ്ടായിട്ടുണ്ടോ? ആരുടെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? ടീച്ചറൊന്നും പറ. ഒന്നും നടന്ന കാര്യമല്ല. ആരുടെങ്കിലും അങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടോ? ടീച്ചർക്ക് പറ്റിയ സുന്ദരന്മാരോട് ടീച്ചർക്ക് താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്ക് താല്പര്യം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്ത് ചെയ്യാനാണ്? നീ എന്തിനാണ് ഇങ്ങനെ TV റിപ്പോർട്ടർമാരെ പോലെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അല്ല ടീച്ചർ, രസത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് 1-2 പേരോട് നല്ല താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് എൻ്റെ മനസ്സിൽ പറയില്ല.
കാര്യം ഞാൻ അത് മറച്ചു വെച്ചു. ഭർത്താവുള്ള സ്ത്രീയാണ്. അതുമാത്രമല്ല ഭർത്താവ് ഗൾഫിലാണ്. ഒന്നാമതേ പേരുദോഷം വരും. അതുകൊണ്ട് ഞാൻ മോഹങ്ങളൊക്കെ അങ്ങ് അടക്കി ഭർത്താവ് വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്. ടീച്ചർക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയ ആൾക്കാരിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ ടീച്ചറോട് ജോലി ചെയ്യുന്നവരോ? ആ മാഷിമാരെയൊക്കെ എനിക്കറിയാലോ. ഒന്ന് പോടി, എനിക്ക് മാഷിമാരോടൊന്നും താല്പര്യമൊന്നുമില്ല. എനിക്ക് മറ്റു ചിലരോടായിരുന്നു താല്പര്യം. നിന്നോട് പറയാൻ താല്പര്യമില്ല. ടീച്ചറെ പ്ലീസ് ഒരാളുടെ പേരെങ്കിലും പറ. ഒന്ന് പ്ലീസ്, എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട. നല്ല രസമുണ്ട്, അതുകൊണ്ടാണ്. എങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം. അത് കേട്ട് നീ ഞെട്ടരുത്. ഇല്ല, ഞാൻ ഞെട്ടില്ല. ആളുടെ പേരാ. എനിക്ക് നിൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പുള്ളി ഒരൊന്നൊന്നൊരാണാണ്. ഞാനത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ടീച്ചർ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ടീച്ചറെ, ഞാൻ ചോദിച്ചതിന് എനിക്കിട്ട് തന്നെ പണിതുമല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞു, എടി നിൻ്റെ ചിരി നിർത്ത്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. യോ, ഉള്ളതാണോ ടീച്ചറെ? ടീച്ചർക്ക് എൻ്റെ അച്ഛനോട് താല്പര്യം തോന്നിയിട്ടുണ്ടോ? പിന്നെ എനിക്ക് മാത്രമല്ല, എനിക്കറിയാവുന്ന വേറെ 2-3 പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെന്ന്. കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണ്. യോ, എനിക്കിത് കേട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റില്ല. പുള്ളിയുടെ ചെറുപ്പകാലത്ത് പുള്ളി എന്തൊരു സ്വന്തനായിരുന്നു. ശരിക്കും തമിഴ് പറയില്ലേ, നാട്ടുകട്ടയെന്ന്. അതായത് നാട്ടിലെ നല്ല കരുത്തുറ്റ പുരുഷൻ, ഒരു നാടൻ സൗന്ദര്യമുള്ള കരുത്തുറ്റ ആണിനെയാണ് പല പെണ്ണുങ്ങൾക്കും ഇഷ്ടം. അങ്ങനെ നോക്കുമ്പോൾ നിൻ്റെ അച്ഛൻ ഒരു നാടൻ സുന്ദരനാണ്. നമ്മളിപ്പോൾ പെണ്ണുങ്ങളെ നാടൻ ചരക്കെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആണുങ്ങളിലെ ഒരു നാടൻ ചരക്കാണ് പുള്ളി. ഇപ്പോഴും ഒട്ടും മോശമല്ല. പുള്ളിയുടെ സൗന്ദര്യമാണ് നിനക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത്. നിൻ്റെ ചേച്ചിക്കാണ് നിൻ്റെ അമ്മയുടെ സൗന്ദര്യം കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആഹാ, ടീച്ചർ അപ്പോൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടോ? എൻ്റെ അച്ഛനും ടീച്ചറുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? പിന്നെ കണക്ഷൻ ഉണ്ടെങ്കിൽ നിന്നോട് അത് പറയുമോ? ഞങ്ങൾ രഹസ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലേ? കണക്ഷനൊന്നുമില്ല. പുള്ളി ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ് ആയതുകൊണ്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നിൻ്റെ അച്ഛൻ കാഞ്ഞ വിത്താണെന്ന് മറ്റു ചില പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം നിൻ്റെ അച്ഛന് ഒത്തിരി ചുറ്റിക്കളിയുണ്ട്. സൗന്ദര്യമുള്ളത് കൊണ്ട് പല പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു കുടുംബനാഥനായി നിന്നിട്ട് വേറെ ജില്ലയിൽ ജോലി ചെയ്ത് പുള്ളി പല തരികിടകളും ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ഒരു കുടുംബം തകർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുമാത്രമല്ല, ഞാനതൊക്കെ വെച്ച് അദ്ദേഹത്തെ തേടിച്ചതെന്ന് പറഞ്ഞാലും എനിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഞാൻ അടങ്ങി നിന്നു. ഇതുപോലുള്ള വേറെ ചില ആണുങ്ങളോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. എങ്കിലും കുടുംബത്തെ കരുതി ഞാൻ അടക്കി വെച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ ചോദിക്കാനും കിള്ളി ചെയ്യാനും പോയത് വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആകെ ഡൗണായി. എൻ്റെ ഫാദർ ഇങ്ങനൊരാളാണോ? എനിക്ക് ഒരു പിടിയുമില്ല. എൻ്റെ അച്ഛൻ്റെ സൗന്ദര്യത്തിലും ശരീര സംരക്ഷണത്തിലുമൊക്കെ എനിക്ക് വലിയ ഒരു അഭിമാനം തോന്നിയിരുന്നു. പക്ഷെ അച്ഛൻ കുത്സിതക്കാരനാണെന്ന് കേട്ടിട്ട് എനിക്ക് ശരിക്കും വിഷമം വന്നു. ഞാൻ ഡൗണായി. ടീച്ചർ എന്നെ ആശ്വസിപ്പിച്ചു. നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. എൻ്റെ മനസ്സിൽ ഒന്നും ഇരിക്കില്ല. എന്താ ടീച്ചറെ അങ്ങനെ പറയാൻ കാര്യം? ടീച്ചർ എന്നോട് പറ പ്ലീസ്. ഇല്ല, നീ അതറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ടീച്ചർ എന്നോട് പറഞ്ഞില്ല. എനിക്കങ്ങ് ആകാംക്ഷ കൂടി. അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ ടീച്ചറിനോട് ചോദിക്കാൻ തുടങ്ങി. ആരോടും പറയില്ലെന്നും പ്രോമിസാണെന്നും നമ്മൾ രണ്ടൊരു സുഹൃത്തുക്കളെ പോലെയാണെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നിൻ്റെ അച്ഛനില്ലേ ഒരു പ്രൊഫൈൽ വെച്ച് പല പെണ്ണുങ്ങളുമായും വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് പല ഗ്രൂപ്പിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അത് എന്ത് വീഡിയോ ആണ്? ഇടി പൊട്ടി, ഇത്രയൊക്കെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലയോ? അങ്ങനെ വീഡിയോ കോളിൽ ആരെ വിളിച്ചതാണ്. അവരത് റെക്കോർഡ് ചെയ്തു. പുള്ളിയുടെ മുഖവും ശരീരമൊക്കെ മാത്രമാണ് അതിലുള്ളത്. ഏതോ ഒരു പെണ്ണിനോട് സംസാരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി പ്രദർശനം നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, തുള്ളിത്തുളുമ്പുന്ന പള്ളിമണിയുടെ ഒഴുകലും എല്ലാം ഉണ്ട് മോളെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്നത്തെ കാലത്ത് വീഡിയോയിൽ ഹിറ്റായിരുന്നു. പല പെണ്ണുങ്ങളും, എന്തിന് ആണുങ്ങൾ പോലും അതിന് താഴെ വന്ന് കമൻ്റ് ഇട്ടു. ആണുങ്ങൾ എന്തിനാണ് കമൻ്റ് ഇട്ടത് മോളെ? കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും കമൻ്റ് ഇട്ട് പോകും. അതിന് മാത്രം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. ആ വീഡിയോ ടീച്ചറിൻ്റെ കയ്യിലുണ്ടോ? നിനക്കിതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഇത്രയും തുറന്ന് പറഞ്ഞില്ലേ? അതിൽ കൂടുതൽ നീ അതൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്ന് ടീച്ചർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടീച്ചറെ അല്ല, ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. ഇല്ല, എൻ്റെ കയ്യിലില്ല, ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
ടീച്ചറുടെ കൂട്ടുകാരികളുടെ കയ്യിൽ വല്ലതും കിടപ്പുണ്ടോ? എന്തിനാടി അത് കാണുന്നത്? സാധാരണ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ആമ്പിളാരോ ആണെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കാണണ്ടെന്നല്ലേ പറയുള്ളൂ. നിനക്കെന്താ ഇത്ര ആകാംക്ഷ? നിനക്ക് നല്ല ഇളക്കമുണ്ടല്ലോടി ഞാൻ പറയുന്നത് പോലെ. അല്ല ടീച്ചറെ, എന്താണെന്ന് അറിയാനുള്ളൊരാകാംക്ഷ. എന്താ, നീ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? നീ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ? നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത എത്രയോ വീഡിയോകളുണ്ട്. അതുപോലൊരു വീഡിയോ, അതിൽ നായകൻ നിൻ്റെ അച്ഛനാണെന്നേ ഉള്ളൂ. ഞാൻ അത് വിശ്വസിക്കില്ല. ഇത് വല്ല മോർഫിങ്ങുമായിരിക്കും. എൻ്റെ അച്ഛൻ അങ്ങനെയല്ല, എന്ത് നല്ല മനുഷ്യനാണ്. പിന്നെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താല്പര്യം ഇല്ലാത്ത ആളെന്നാണോ? ഇത് നല്ലൊരു താല്പര്യമാണ് മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിയോട് അങ്ങനെ കരുതി നിന്നാൽ മതിയല്ലോ. എൻ്റെ അച്ഛൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ്. അല്ലാതെ ടീച്ചറെ കുടുക്കിലാക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ലെന്ന് പറഞ്ഞ് ഞാൻ കെഞ്ചി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ഒരു കൂട്ടുകാരെ വിളിച്ച് അത് അയച്ചു തരാൻ പറഞ്ഞു. അവരവരുടെ ക്ലൗഡിൽ നിന്നും അയച്ചു കൊടുത്തു. അപ്പോഴാണ് ഞാനത് കണ്ടത്. എനിക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ വീഡിയോ തന്നെയാണ്. പിന്നെ ടീച്ചർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ആയിരുന്നു ആ വീഡിയോ എൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തത്. കാരണം അദ്ദേഹം ഒരു വല്ലാത്താണ് തന്നെയെന്ന് എനിക്ക് തോന്നി. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഓടിപ്പിടിച്ച് കമൻ്റ് ഇട്ടതിൽ അത്ഭുതമില്ല. ടീച്ചർ മോഹിച്ചതിലും കുറ്റം പറയാനില്ല. ഞാൻ പലപ്പോഴും ഹോളിവുഡ് നടന്മാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കിടപിടിക്കുന്നത് തന്നെ ഉറപ്പിക്കാൻ വേണ്ടി കണ്ട് നാണക്കേട് വിഷമമൊക്കെ തോന്നിയെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഫാദർ ഫിഗർ മാഞ്ഞുപോയി. ഞാൻ വേറെന്തോ രീതിയിലാണ് അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കെപ്പോൾ ടീച്ചറെ ചോദിക്കാൻ തോന്നിയത് ഇങ്ങനെയാണ്: ടീച്ചറെ, അച്ഛൻ ഇങ്ങോട്ട് വരുമല്ലോ ഇടയ്ക്ക് എന്നെ വിളിക്കാനൊക്കെ. ഇനി അപ്പോൾ ടീച്ചർ വേണമെങ്കിൽ ട്രൈ ചെയ്തു. ഞാൻ കണ്ണടയ്ക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഈ അവസരത്തിലെങ്കിലും ടീച്ചറുടെ മോഹങ്ങൾ പൂവണിയട്ടെ. ഒന്ന് പോടി, എനിക്കങ്ങനൊന്നുമില്ല. ട്രൈ ചെയ്ത് ടീച്ചറെ, ഞാൻ സപ്പോർട്ടുണ്ട്. ഞാൻ ഒന്നും അറിയാത്ത ഭാവം നടിക്കാം. ഉള്ളതാണോ മോളെ നീ പറഞ്ഞത്? എനിക്ക് ആഗ്രഹമുണ്ടടി. നീ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ കട്ടയ്ക്ക് ഒരു കൂട്ടുകാരിയെ പോലെ. പിന്നെ ഞാൻ കട്ടയ്ക്ക് നിൽക്കും. എന്തായാലും എൻ്റെ അമ്മയുമായിട്ട് മാത്രം നല്ല ബന്ധം പുലർത്തുന്ന ഒരാളല്ല എൻ്റെ അച്ഛൻ. അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്തിനാണ് കൂടുതൽ സങ്കടപ്പെടുന്നത്? അതുകൊണ്ട് ടീച്ചർക്ക് ചാൻസ് ഉണ്ട്. ടീച്ചർ നീ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യേറ്റീവ് എടുത്തോളൂ. ഞാൻ കണ്ണടച്ചോളാം എന്ന് പറഞ്ഞു. എനിക്ക് ടീച്ചറെയും അച്ഛനെയും പ്രോത്സാഹിപ്പിക്കാനാണ് തോന്നിയത്. പിന്നീട് അച്ഛൻ വീക്കെൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ അച്ഛനോട് ഒത്തിരി നേരം സംസാരിച്ചു. ഞാൻ ആ വഴിക്ക് പോയതേയില്ല. അച്ഛൻ്റെ കൂടെ വീട്ടിൽ പോയി ഞാൻ വീക്കെൻഡിൽ താമസിച്ചു. എന്നെ തിരിച്ച് ടീച്ചറുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോഴേക്കും ടീച്ചർ നമ്പരൊക്കെ വാങ്ങി ദിവസവും സംസാരിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൊണ്ട് അവരുടെ ചാറ്റുകൾ നന്നായി വഴിമാറിപ്പോയി. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു. എൻ്റെ അച്ഛൻ ഒരു ഹണ്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ. ചുമ്മാതല്ല എനിക്കും ഇത്തരം കാര്യങ്ങളുള്ള കൗതുകം വന്നത്. പറയാൻ പറ്റില്ലല്ലോ, ജീൻ എനിക്കുമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. അമ്മ ഒരു പക്ഷേ പാവമായിരിക്കുമോ? ആർക്കറിയാം ഓർത്തയുടെ ജീവിതത്തിലും എന്താ നടക്കാമെന്ന്. എന്തായാലും അമ്മയ്ക്ക് ഈ കാര്യമൊന്നും അറിയില്ലെന്ന് എനിക്കുറപ്പാണ്. അമ്മ ഒരു തൻ്റെടിയാണ്. അമ്മയുടെ മുന്നിൽ അച്ഛൻ പാവമാണ്. അമ്മയ്ക്ക് അച്ഛനെ വലിയ കാര്യവുമാണ്. എങ്ങനെ കാര്യമില്ലാതിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ടീച്ചർ എന്നോട് പറഞ്ഞു, എടി എല്ലാം ഓക്കെയാണ്, പക്ഷേ അവസരമില്ല. നീ ഇവിടെ നിൽക്കുകയല്ലേ, അതുകൊണ്ട് പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു പേടി. ഞാൻ പറഞ്ഞ സാരമില്ല, വിളിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് ഉറങ്ങുമെന്നും രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ അങ്ങ് പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ വീക്കെൻഡിലല്ലാത്തൊരു ദിവസം ഇടദിവസം വന്ന് ഞാൻ അറിയാതെ തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞു. ടീച്ചർ അതിന് കൈ കൊടുക്കുകയും ചെയ്തു. എന്നോട് ടീച്ചർ പക്ഷേ എല്ലാം പറഞ്ഞിരുന്നു. എടി, ഇന്ന് നിൻ്റെ അച്ഛൻ വരുമെന്നും. ഞാനാണെങ്കിൽ 8 മണിക്ക് കയറി ഉറങ്ങി. അന്ന് രാത്രി 11 മണിയായപ്പോഴാണ് അച്ഛൻ കാറിന് വന്നത്. എന്നിട്ട് അതിനകത്തേക്ക് കയറി പോകുന്നതെല്ലാം ഞാൻ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ റൂമിൻ്റെ അവിടെ പോയി ഞാൻ രാത്രിയിൽ നിന്നു. വെളുപ്പിന് 5 മണിയാകുമ്പോൾ അച്ഛൻ പോകും. ഞാൻ അന്ന് ഉറങ്ങിയില്ല, പുറത്തു തന്നെ നിന്നു. ആകാംക്ഷ കൊണ്ട് എൻ്റെ മനസ്സ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അകത്തെ ശബ്ദകോശങ്ങൾ കേട്ട് മാഡം, എനിക്കെന്തോ എൻ്റെ മനസ്സ് തന്നെ മാറിപ്പോയി. ഞാനും പുറത്തിരുന്ന് വട്ടം കറക്കുകയോ ഒക്കെയായിരുന്നു. എൻ്റെ മനസ്സ് എങ്ങനെയാണ് വിചിത്രമായി മാറിപ്പോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നതുകൊണ്ട് അവർ വെളുപ്പിനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖം അച്ഛൻ കണ്ടു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേക്കും ടീച്ചറും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ മുറിയിലെങ്ങാനും കിടക്കുമെന്നാണ് ടീച്ചർ കരുതിയത്. ഇങ്ങനൊരു ടെസ്റ്റ് ടീച്ചർ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ എന്നോട് ഒത്തിരി സോറി പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ടീച്ചർ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എനിക്ക്
പ്രശ്നമില്ല, അമ്മയോട് ഞാൻ പറയില്ല. അച്ഛന് ഫുൾ സപ്പോർട്ടാണ്. പക്ഷേ അച്ഛനും എന്നെ ഭാവിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഞാൻ ഭാവിയിൽ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. പക്ഷേ മാഡം, എൻ്റെ ആവശ്യം വേറെ പലതുമായിരുന്നു. എൻ്റെ മനസ്സിൽ മറ്റു പല മോഹങ്ങളും ഉദിച്ചു വരികയായിരുന്നു. അവസാനം എനിക്ക് ടീച്ചറിനോടത് പറയേണ്ടി വന്നു. ടീച്ചർ എന്നെ പിന്തിരിപ്പിച്ചു, അത് മാത്രം വേണ്ടാന്ന്. പക്ഷേ എനിക്കെന്തോ ആദ്യമായി എല്ലാ കാര്യങ്ങളും സമർപ്പണം എന്നുള്ളത് ഈ ഒരു വിഷയത്തിലാണ് തോന്നിയത്. ഞാൻ ടീച്ചറെ നിർബന്ധിച്ചു. ടീച്ചർ അച്ഛനെ അറിയിച്ചു. പുള്ളി എന്നെ വഴക്ക് പറഞ്ഞു ആദ്യമൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, അച്ഛൻ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. അതുമാത്രമല്ല, അച്ഛൻ നല്ലൊരു അച്ഛനാണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ അമ്മയെ പറ്റിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൽ വലിയ സദാചാരമൊന്നും നോക്കണ്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വശത്താക്കിയെടുത്തു മാഡം. എന്തോ എനിക്ക് വല്ലാത്ത അഭിനിവേശമായിരുന്നു. ആ അഭിനിവേശം തുടക്കം കുറിച്ചുകൊണ്ട് എൻ്റെ പൂങ്കാവനം വിശാലമാക്കാൻ വേണ്ടി എനിക്ക് പല കാര്യങ്ങളും പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അതൊരു സ്ഥിരം കാര്യമാക്കിയിരിക്കുകയാണ്. കുറ്റബോധം എനിക്കില്ല, ടീച്ചർക്കുമില്ല, എൻ്റെ അച്ഛനുമില്ല. ഞങ്ങൾ 3 പേരും ഇപ്പോഴും സ്വതന്ത്ര ചിന്താഗതിയുമായി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ അമ്മ ഇപ്പോഴും ഗൾഫിലാണ്. അടുത്ത മാസം വരും. പക്ഷേ അത് കഴിയുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വിഭ്രാന്തികൾ കുടിയേറിയിരിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല മാഡം. അമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമാകുമെന്ന് ഓർക്കുമ്പോൾ ടെൻഷനാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഇപ്പോഴത്തെ കാലത്തെ ഒരു വഴി തെറ്റിപ്പോയ പെണ്ണിൻ്റെ ഒരു ഭ്രാന്തമായ കഥ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇനി നിങ്ങളുടെ അച്ഛൻ ഒരു റോമിയോ ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പുറകെ പോയി ഇത്രയും വിശദാംശങ്ങൾ കളക്ട് ചെയ്ത് ആ ടീച്ചറെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിൻ്റെ പുറകെ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് കടന്നെങ്കിൽ അതിബുദ്ധിക്കാരിയാണ്. ഒരിക്കലും ഒരു നല്ല മകൾക്ക് ചേർന്നൊരു പ്രവൃത്തിയല്ല എന്നതുകൊണ്ട് അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. നിങ്ങൾ ഇതിനു വേണ്ടി ശരിക്കും ഒരു കൗൺസിലിങ്ങിന് പോയി ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പിന്തിരിയണം. അമ്മയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇത് പിന്നീട് വെള്ളിക്കുളമാകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അച്ഛനും നെറുകെട്ട് നടക്കുന്നു, നിങ്ങളും ആ പാതയിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സാരോപദേശമോ സദാചാരമോ ഒന്നും എനിക്ക് വിളമ്പാൻ താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് ബന്ധങ്ങളുടെ ആ ഒരു കെട്ടുപാടുകൾ എത്ര വലിയ കംഫർട്ടബിൾ ആണെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേർവഴിക്ക് വരണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നതും നിങ്ങൾ എടുത്തുചാട്ടവും ഈ കഥാപാത്രത്തിൻ്റെ എടുത്തുചാട്ടമാണെങ്കിൽ പോലും അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റില്ല. തെറ്റാണത്. അത് തിരുത്തി നല്ല വഴിക്ക് വരിക. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് പോകുക. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ടെൻഷൻ അടിക്കല്ല ചെയ്യേണ്ടത്. ടെൻഷൻ ഏതായാലും നല്ല വഴിക്ക് തിരിയാത്തിനൊന്നും അല്ലല്ലോ, നിന്നു പോകുമെന്നുള്ള ഭയമല്ലേ. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയില്ല. എത്രയും പെട്ടെന്ന് നിന്ന് പിന്മാറുക.